കാരുണ്യവാനായ യേശു വെളിച്ചത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവന്നു. ഒരു ചായ. എന്തിനാ ചായ മാത്രമാക്കുന്നേ? ഇരുന്ന ബജ്ജിയും പഴംപൊരിയും കാപ്പിയും ഒക്കെ തരാമല്ലോ. രാവിലത്തെ ഒരു പൊതി മാത്രം പോരാ, അതിൻ്റെ കൂടെയാ ഒരു ചാള. ആർക്ക് വേണമടാ നിന്റെ ഓശാരം? ഡാ കൊച്ചനെ, ആ ചായയുടെ പൈസ ഞാൻ കൊടുത്തേക്ക്. ചേട്ടാ, ഞാൻ തന്നേക്കാം. നിന്റെ യേശു കൊള്ളാമല്ലോ. അങ്ങേരുണ്ടായിരുന്നെങ്കിൽ ജീവിതം സുഖമായേനെ. ചേച്ചി, യേശു വന്നത് ഈ ഭൂമിയിൽ ഒരു നല്ല ജീവിതം നമുക്ക് തരാൻ വേണ്ടി മാത്രമല്ല, മോക്ഷം തരാൻ, നമ്മെ രക്ഷിക്കാൻ. ഓ രക്ഷകൻ! ഈ നാട്ടുകാർക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. വേണം എല്ലാ മനുഷ്യർക്കും. പാപത്തിന്റെ പരിണിത ഫലമാണ് നരകം. അത് നിത്യമാണ്. അനന്തകോടി വർഷത്തെ നിത്യ നരകാഗ്നി. പാപമോക്ഷത്തിനല്ലേ മനുഷ്യൻ നോയമ്പും വ്രതവും ഒക്കെ നോക്കുന്നത്. കറ പുരണ്ട വസ്ത്രം ചെളിവെള്ളത്തിൽ കഴിയ കറ പോകുമോ ചേട്ടാ? അതുപോലെയൊക്കെയാണ് പാപപരിഹാരത്തിന് നമ്മുടെ നൊയമ്പും വ്രതവും നേർച്ചയുമൊക്കെ. അതല്ലാതെ പാപം പരിഹരിക്കാൻ വേറെ എന്തെങ്കിലും ഏർപ്പാട് സാറിൻ്റെ കയ്യിലുണ്ടോ? അതെ, പാപം പരിഹരിക്കാനാണ് പിതാവായ ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ യേശു തന്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മെ രക്ഷിക്കാൻ ക്രൂശിലൊരു യാഗമായി. യേശു ആ ശിക്ഷ എങ്ങനെയാണ് ഏറ്റെടുത്തതെന്നറിയാമോ? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാത്തത് കൊണ്ട് ഇവരോട് ക്ഷമിക്കണം. God
സാറ് പറഞ്ഞു നോക്കാൻ കൊള്ളാം. പക്ഷേ ഈ 2000 കൊല്ലം മുമ്പ് മരിച്ച യേശുവിനെ കൊണ്ട് നമുക്കെന്താ സാറേ പ്രയോജനം? ചേട്ടാ, യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കം ചെയ്തു. അത് വാസ്തവം. വേറൊരു സത്യവും കൂടിയുണ്ട്. ആ യേശു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ കൊള്ളാം. ചോറിൽ വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ ഞാനങ്ങ് ചെന്നെത്താൻ നോക്കട്ടെ. സാറ് എവിടെയെങ്കിലും ചെന്ന് പറ്റാൻ നോക്ക്. ഇനി എന്തോന്ന് ജീവിതം! എന്നെപ്പോലുള്ളവരെ ആർക്ക് വേണം? അങ്ങേർക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ പോയി തൂങ്ങിച്ചത്തത്. ദേ, മകനും വേണ്ട, നാട്ടുകാർക്കും വേണ്ട. ചേച്ചി, യേശു മനുഷ്യനായി ലോകത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും യേശുവിന് മനസ്സിലാകും. നീ ഒന്ന് പോയി തന്ന വളരെ ഉപകാരം. എനിക്കൊന്ന് ഉറങ്ങാമായിരുന്നു. ചേച്ചി, യേശുവിൽ വിശ്വസിക്ക്. യേശുവിന് ചേച്ചിയുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ കഴിയും. മാറ്റം വരുത്താൻ കഴിയും. മാറ്റം വരുത്താൻ കഴിയും. യേശു, അങ്ങനൊരു രക്ഷകനുണ്ടോ? മനുഷ്യനെ രക്ഷിക്കാൻ, എന്നെ രക്ഷിക്കാൻ? ഇല്ല. എന്നെ സ്നേഹിക്കാൻ, എന്നെ രക്ഷിക്കാൻ ഒരു യേശുവിനും കഴിയില്ല. കഴിയുമോ? മകളെ, ഞാൻ നിന്നെ ഒരു നാളും അനാഥയായി വിടുകയില്ല. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. യേശു, യേശു, യേശു. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ. രക്ഷിതാവ് സ്നേഹത്തോടെ കാത്തിരി